ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ. വേറെ ഒന്നുമല്ല, അത്ര ഹാപ്പിയുള്ള കാര്യമല്ല, എന്നാൽ അത്ര സാഡും അല്ല. എന്താണെന്ന് വെച്ചാലേ, കുറച്ച് ദിവസങ്ങളായിട്ട് അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഇന്നിതാ എനിക്ക് ചെറുതായിട്ടൊന്ന് കൈക്ക് പെയിൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായേ. അപ്പം കാര്യമായിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ വേദന കൂടിയ ശേഷം ഞങ്ങളത് അടുത്തുള്ള ഒരു വൈദ്യരെടുത്ത് പോയി. അയാൾ നല്ലതായിട്ട് ഉഴിഞ്ഞു തന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുവേ. അപ്പോൾ ചെറിയൊരു ബ്ലോക്ക്, ഞരമ്പിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, നീർക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് പോക്കി തരികയാണ് ചെയ്തത്. നല്ലതുപോലെ ഉടച്ച് തന്ന് ആവിയൊക്കെ ചൂടൊക്കെ പിടിച്ച് കഴിഞ്ഞ് തൈലൊക്കെ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് കെട്ടിത്തരിക കേട്ടോ ചെയ്യുക. ഇനി ട്രീറ്റ്മെൻറ്റ് ഇന്നത്തേതോട് കഴിഞ്ഞില്ല. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് നാളെ ഒന്നും കൂടി കെട്ടാൻ വരണം കേട്ടോ. അതോടെ കുഴപ്പമുണ്ടാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നതാണ്. അപ്പം ഞാൻ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായിട്ട് തന്നെ ഏട്ടനെ ഒന്ന് കാണിക്കാനുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിന് പനി തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം രണ്ട് ആൾക്കും അപ്പോയിൻമെൻറ്റ് ഇന്നാണ്. ഇപ്പം ഒരു 4:30 5:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. 6 മണിക്കാണ് ഏട്ടനെ കാണിക്കേണ്ടത്. അപ്പം വിശന്നത് കൊണ്ട് ഞങ്ങളൊന്ന് കൂൾ ബാർ കയറി. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. ഏട്ടൻ്റെ പനി ആയതുകൊണ്ട് ഒരു വക വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റ് ഷവർമയും ലൈമും കുടിച്ചു. കാരണം നല്ല വിശപ്പുണ്ടേ ഫീഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അവരെൻ്റെ കൂടെ വെറുതെ സപ്പോർട്ടിന് വന്നിരിക്കുന്നത് മാത്രം കേട്ടോ. അങ്ങനെ എന്താ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഏട്ടനെ കാണിക്കാൻ പോയി. നീരജ് ഡോക്ടറാട്ടോ, മാവൂരുള്ള അടിപൊളി ഡോക്ടറാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം പോസ്റ്റ് അടിച്ച് പുറത്ത് നിൽക്കേണ്ടി വന്നു. ഏട്ടനെ അറിയുന്ന കുറേ ആൾക്കാർ, നിങ്ങളെ ക്ലർക്കായിട്ട് അങ്ങനെ ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങി ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു കേട്ടോ. കുറേ നാളായല്ലോ ഈ പനി വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടായിട്ട് വരാൻ പറഞ്ഞു ഡോക്ടർ. അപ്പം നാളെ ഇനിയിപ്പോൾ റിസൾട്ടായിട്ട് പോകണം. അപ്പം കുറച്ച് പേടിയുണ്ട്, എന്നാൽ നല്ല മടിയാട്ടോ കാണിക്കാൻ. എന്നോ തുടങ്ങിയത് ഞാൻ പറയുന്നുണ്ട് കാണിക്കുകയെന്ന്. ഒക്കെ വക വെക്കാണ്ട് കൊണ്ട് നടന്നിട്ട് ഇത്ര കൂട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു. റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടോ. നല്ല പോലെ ESR കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് കിട്ടില്ല, എനിക്കിപ്പോൾ റിസൾട്ട് കിട്ടിയോണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ റിപ്പോർട്ടായിട്ട് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം കാണിക്കാൻ പോകണം. കാണിച്ചാലായി. നല്ല ചീത്ത കേൾക്കാത്തതിൻ്റെ കുറവുണ്ട്. എന്നോ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നോ തുടങ്ങി, ഒരു മാസത്തോളമായി പനി. എന്ത് ചെയ്യാനാ, നല്ല സമയം ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ കാണിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ കച്ചറ കൂടുന്നുണ്ട്. കാണിക്കാതെ വെച്ചതല്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. എനിക്ക് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാ വെച്ചാൽ, എനിക്ക് ചെറിയ എന്തെങ്കിലും അസുഖം വന്നാൽ അത് വേഗം കാണിച്ച് മാറ്റണം. ഏട്ടൻ നേരെ ഓപ്പോസിറ്റാ. അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് വേഗം കാണിക്കാൻ നല്ല ശുഷ്കാന്തിയാണ്. അയാൾക്ക് എന്ത് വന്നാലോ നെവർ മൈൻഡ്. അതങ്ങനെയാണല്ലോ ഹസ്ബൻഡുകൾ. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എന്തായാലും ഞങ്ങൾ സമയദോഷം. എൻ്റെ കൈൻ്റെ അവസ്ഥ ഇതാ. ഇനി എന്താവുമോ എന്തോ. ടാറ്റ ബൈ ബൈ, സീ യു.